ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബീൻസും ഒരു സവാളയും അത് കഴിഞ്ഞിട്ട് തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ആദ്യം ഒരു 1/4 കിലോ ബീൻസ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് സവാള ചെറുതായിട്ട് കൊത്തിയരിയണം. ഒരു സവാള മതി. 1 കപ്പ് തേങ്ങ വേണം. 1/4 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി കഷ്ണങ്ങൾ വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ബ്രൗൺ കളറിൽ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. 2 മിനിറ്റ് ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടപ്പ് വെച്ച് അടയ്ക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അടപ്പ് വെച്ച് അടച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകവും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നന്നായിട്ട് ബീൻസ് വെന്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ലാസ്റ്റ് ചേർക്കണം. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ തോരന്. ഈ തോരൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കണം.